ലോകരാജ്യങ്ങൾ അമ്പരപ്പോടെ നോക്കി നിൽക്കെ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നിശബ്ദവും എന്നാൽ അതിശക്തവുമായ ഒരു വലിയ നീക്കം നടക്കുകയാണ്. ലോകത്തിലെ പ്രമുഖ ശക്തികൾ പോലും അസാധ്യമെന്ന് കരുതിയ ഒരു ദൗത്യം ഇന്ത്യൻ സർക്കാർ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ബ്രിട്ടനിലെ കപ്പൽ തുറകളിൽ നിന്ന് അതീവ രഹസ്യമായി പാക്ക് ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തിച്ച ചില പ്രത്യേക പെട്ടികൾ. എന്താണ് അവയ്ക്കുള്ളിൽ? ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടലായ നമ്മൾ ഷംഷേർ എന്ന് വിളിക്കുന്ന ആകാശത്തെ ആധിപത്യ നായകൻ ജാഗ്വാർ വിമാനങ്ങളുടെ ഭാവി മാറ്റി എഴുതാൻ പോകുന്ന ഒരു വമ്പൻ തന്ത്രത്തെയാണ് ഇന്നത്തെ വാർത്തകളിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനുള്ളത്. ആഗോളതലത്തിൽ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കുന്ന ഈ മാസ് ഓപ്പറേഷന്റെ പൂർണ്ണ വിവരങ്ങൾ ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. UK തങ്ങളുടെ വ്യോമസേനയിൽ നിന്ന് പിൻവലിച്ച 9 ജാഗ്വാർ വിമാനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ഒരു രാജ്യം ഉപേക്ഷിച്ച വിമാനങ്ങൾ ഇന്ത്യ എന്തിനാണ് വാങ്ങുന്നതെന്ന് ചിന്തിക്കാൻ വരട്ടെ. ഇവിടെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെയും നമ്മുടെ പ്രതിരോധ വിദഗ്ധരുടെയും മാസ് ബുദ്ധി നാം കാണേണ്ടത്. നിലവിൽ ലോകത്തിൽ ജാഗ്വാർ വിമാനങ്ങൾ സജീവമായി പറത്തുന്ന ഒരേ ഒരു രാജ്യം നമ്മുടെ ഭാരതമാണ്. 1979 വ്യോമസേനയുടെ ഭാഗമായ ഈ കരുത്തന്മാർ ഇന്നും നമ്മുടെ ആകാശ സീമകൾ കാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ വിമാനങ്ങളുടെ ആയുസ്സും കരുത്തും ഇനിയും വർദ്ധിപ്പിക്കാൻ ആവശ്യമായ അത്യാധുനിക സ്പെയർ പാർട്സുകൾ, എഞ്ചിനുകൾ, മറ്റ് സാങ്കേതിക ഘടകങ്ങൾ എന്നിവ ഉറപ്പാക്കാനാണ് ഇന്ത്യ ഈ വിമാനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഈ 9 വിമാനങ്ങൾ നമ്മുടെ മറ്റ് ജാഗ്വാറുകൾക്ക് പുതുജീവൻ നൽകാൻ പോവുകയാണെന്നത് എടുത്തു തന്നെ പറയണം. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. ബ്രിട്ടന് പിന്നാലെ ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയുടെ കണ്ണ് പതിഞ്ഞിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നൈജീരിയൻ വ്യോമസേന ഉപയോഗം നിർത്തിയ 25 ജാഗ്വാർ വിമാനങ്ങൾ അവരുടെ കേന്ദ്രങ്ങളിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരിപ്പുണ്ട്. ഇവ കൂടി ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള തന്ത്രപരമായ ചർച്ചകളിലാണ് ഇപ്പോൾ ന്യൂഡൽഹി ഉള്ളത്. ആ 25 വിമാനങ്ങൾ കൂടി ഇന്ത്യയിലെത്തിയാൽ അടുത്ത 10 വർഷത്തേക്ക് നമ്മുടെ വ്യോമസേനയുടെ കരുത്ത് ആർക്കും വെല്ലുവിളി ഉയർത്താനാകാത്തതായി മാറും. ഈ തന്ത്രപ്രധാനമായ ദീർഘവീക്ഷണത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകിയേ തീരൂ. UK-യിൽ നിന്നും നൈജീരിയയിൽ നിന്നും മാത്രമല്ല ഇന്ത്യ ഇത്തരത്തിലുള്ള മികച്ച നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതിനു മുൻപ് ഫ്രാൻസിൽ നിന്ന് 31 വിമാനങ്ങളും ഒമാനിൽ നിന്ന് 20-ലധികം വിമാനങ്ങളും അവയുടെ എഞ്ചിനുകളും ഇന്ത്യ വിജയകരമായി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ലോകത്തിലെ മറ്റു വൻ ശക്തികൾ ഈ വിമാനങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയാതെ പോയപ്പോൾ അവയെല്ലാം ഇന്ത്യയിലേക്ക് എത്തിച്ച് നമ്മുടെ വ്യോമ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ഭാരതം ചെയ്തത്. ലഭ്യമായ വിഭവങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ലോകത്തിന് കാണിച്ചു തരികയാണ് പുതിയ ഇന്ത്യ. ഇത് കേവലം വിമാന ഭാഗങ്ങൾ ശേഖരിക്കലല്ല, മറിച്ച് കോടിക്കണക്കിന് രൂപ ലാഭിച്ച് രാജ്യത്തിന്റെ സുരക്ഷ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള മാസ് പ്ലാനിംഗ്. ഇത്രയും കേൾക്കുമ്പോൾ പഴയ വിമാനങ്ങൾ വെച്ചാണോ ഇന്ത്യ മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നാം. എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അടുത്ത മിനിറ്റിനുള്ളിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ വിമാനങ്ങളുടെ ഉള്ളിലെ അത്യാധുനിക ടെക്നോളജിയെ കുറിച്ചാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അഥവാ നമ്മുടെ HAL ഡാരിൻ 3 എന്ന അത്യാധുനിക പ്രോഗ്രാമിലൂടെ ഈ ജാഗ്വാർ വിമാനങ്ങളെ പൂർണ്ണമായും മാറ്റിമറിച്ചു കഴിഞ്ഞു. ഇന്നത്തെ കാലത്തെ ഏറ്റവും മികച്ച റഡാറായ AESA റഡാറുകൾ, അത്യാധുനിക ഏവിയോണിക് സിസ്റ്റം, കമ്പ്യൂട്ടറൈസ്ഡ് കോക്പിറ്റ് എന്നിവ ഇതിൽ ഘടിപ്പിച്ചു കഴിഞ്ഞു എന്നതാണ്. പുറം മോടി പഴയതാണെങ്കിലും ഉള്ളിലെ സാങ്കേതിക വിദ്യ ലോകത്തിലെ ഏത് അത്യാധുനിക വിമാനങ്ങളോടും കിടപിടിക്കുന്നത് തന്നെയാണ്. കൂടാതെ ആകാശത്ത് നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യതയോടെ വിക്ഷേപിക്കാവുന്ന റാംബേജ് സൂപ്പർ സോണിക് മിസൈലുകൾ വരെ വഹിക്കാൻ ഈ വിമാനങ്ങൾക്ക് സാധിക്കുമെന്നതും എടുത്തു തന്നെ പറയണം. 1999 ചരിത്ര പ്രസിദ്ധമായ കാർഗിൽ സമയത്ത് ഉയർന്ന മലനിരകളിൽ 1500-ലധികം തവണ പറന്നുയർന്ന് ഇന്ത്യയുടെ വിജയം ഉറപ്പാക്കിയ ചരിത്രമാണ് ഈ ഷംഷേറുകൾക്കുള്ളത്. ഇന്ന് അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും നമ്മുടെ തീരങ്ങൾ കാക്കുന്നതിൽ ഇവ പ്രത്യേക പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന തേജസ് മാർക്ക് 2, അതുപോലെ തന്നെ 5ാം തലമുറ വിമാനമായ AMCA എന്നിവ പൂർണ്ണ സജ്ജമായി വ്യോമസേനയുടെ ഭാഗമാകുന്നതുവരെ, അതായത് 2035 വരെയെങ്കിലും നമ്മുടെ ആകാശ കരുത്ത് കുറയാതിരിക്കാൻ മോദി സർക്കാർ നടത്തുന്ന ഈ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ പ്രശംസനീയം തന്നെയാണ്. തദ്ദേശീയമായ സാങ്കേതിക വിദ്യ വളർന്നു വരുന്നതുവരെ ലെഗസി വിമാനങ്ങളെ സ്മാർട്ടായി നിലനിർത്തുന്ന ഈ ഇന്ത്യൻ ശൈലി ലോകരക്ഷാ മാതൃക തന്നെയാണ്. ആഗോളതലത്തിൽ പ്രതിരോധ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന ഈ സമാനതകളില്ലാത്ത നേട്ടങ്ങളെക്കുറിച്ചും നൈജീരിയയിൽ നിന്നുള്ള ഈ പുതിയ നീക്കത്തെക്കുറിച്ചും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.